नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतम् पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। कृष्ण ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 28ാമത്തെ അധ്യായം. പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു. ശ്ലോകം 11 മുതൽ 15 വരെ വായിക്കാം. ഭയനാംനോ അഗ്രജോ ഭ്രാത പ്രജ്വാര പ്രത്യുപസ്ഥിതഃ ദതാഹതാം പുരീം കൃഷ്ണാം ഭ്രാതോ പ്രിയചികീർഷയാ തസ്യാം സന്ദഹ്യമാനായാം സപൗരാ സപരിച്ഛദഃ കൗദംബികാ കുടുംബിന്യാം ഉപാതപ്യത സാന്വയഃ യവനോപരുദ്ധായ തനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാര സംസൃഷ്ടഃ പുരപാലോന്യതപ്യത ന ശേകേ സോവിദും തത്ര പുരുകൃച്ഛ്രോരുവേപതുഃ ഗന്ധുമൈച്ഛത്തതോ വൃക്ഷ കോടരാത് ഇവ സാനലാദ് ശിഥിലാവേവോഹ്യർഹി ഗന്ധർവേർഹൃതപൗരുഷഃ യവനൈരരിധീരാജൻ ഉപരുദ്ധോരുരോധഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:2 അധ്യായം 28. പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായിത്തീരുന്നു. ശ്ലോകം 11. ഭയനാബ്നോ അഗ്രജോ ഭ്രാത പ്രചാരാ പ്രത്യുപസ്ഥിത ദദാഹാതാം പുരീം കൃഷ്ണാം ഭ്രാതൃപ്രിയചികീർഷയാം. വിവർത്തനം: ഈ സാഹചര്യത്തിൽ യവനരാജാവിന്റെ പ്രചാരൻ എന്നറിയപ്പെടുന്ന മൂത്ത സഹോദരൻ ഭയമെന്ന അപരനാമമുള്ള ഇളയ സഹോദരനെ സന്തോഷിപ്പിക്കുന്നതിന് നഗരത്തിന് തീ കൊളുത്തി. ശ്ലോകം 12. തസ്യാം സന്ദഹ്യമാനായ സൗപരസപരിച്ഛദ കൗടുംബിക കുടുംബിന്യാം ഉപാദപ്തദസാന്യയാം. വിവർത്തനം: നഗരത്തിന് തീ കൊളുത്തപ്പെട്ടപ്പോൾ എല്ലാ പൗരന്മാരും രാജാവിന്റെ പരിചാരകരും അതുപോലെ കുടുംബാംഗങ്ങളും പുത്രന്മാരും പൗത്രന്മാരും പത്നിമാരും മറ്റു ബന്ധുക്കളും ആ അഗ്നിക്കുള്ളിലായിരുന്നു. പുരഞ്ജന രാജാവ് അപ്രകാരം അങ്ങേയറ്റം അസന്തുഷ്ടനായി. ശ്ലോകം 13. യവനോ പരുദ്ധായാതനോ ഗ്രസ്തായാം കാലകന്യയാം പുര്യാം പ്രചാര സംസൃഷ്ട പുരപാലോ അന്നതപ്യതാം. വിവർത്തനം: നഗരത്തിലെ പൗരജനങ്ങൾ കാലകന്യകയാൽ ആക്രമിക്കപ്പെട്ടതും
തന്റെ സ്വന്തം വസതി യവനന്മാർ ആക്രമിച്ച അഗ്നിക്കിരയാക്കിയതും കണ്ട നഗരത്തിന്റെ മേൽനോട്ടക്കാരനായ സർപ്പം വളരെ ദുഃഖിതനായി. ശ്ലോകം 14. നശേകേ സോവിദം തത്ര കുരുകൃച്ഛോരുവേപതുഃ ഗന്ധുമൈച്ഛത്തതോ വൃക്ഷ കോടാരദിവസ അനലാത്. വിവർത്തനം: വനത്തിന്റെ വൃക്ഷത്തിന്റെ പോടിൽ വസിക്കുന്ന സർപ്പം കാട്ടുതീ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നഗരത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന സർപ്പം നഗരം കത്തിയെരിഞ്ഞ് ചൂട് ദുസ്സഹമായപ്പോൾ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. ശ്ലോകം 15. ശിഥിലാവയവോയർഹി ഗന്ധർവഹൃതപൗരുഷഃ യവനൈരിരബീരാജൻ നുവൃദ്ധോരുരോധഃ. വിവർത്തനം: സർപ്പത്തിന്റെ ശാരീരിക ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കിയ ഗന്ധർവ യവന സൈനികരാൽ അതിന്റെ അവയവങ്ങൾ ശിഥിലമാക്കപ്പെട്ടു. ശരീരം വിട്ടുപോകാൻ ശ്രമിച്ച അവനെ ശത്രുക്കൾ പ്രതിരോധിക്കുകയും അവൻ അപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സെൽവ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ചണ്ഡവേഗനാലും കാലകന്യകയാലും പ്രജാരനാലും ബാധിക്കപ്പെട്ട പുരഞ്ജനന്റെ അവസ്ഥയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. കാലകന്യകയാൽ ബാധിക്കപ്പെട്ട സമയത്ത് പുരഞ്ജനന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. പുരഞ്ജനന്റെ ബുദ്ധി യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാതെയായി, അവന്റെ ശരീരം യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാതെയായി, അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം തളർന്നുപോയി. ഇങ്ങനെ മറ്റുള്ളവർക്ക്, കൊട്ടാരത്തിലെ മറ്റുള്ളവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളെല്ലാം നൽകുന്നതിൽ പുരഞ്ജനൻ പരാജയപ്പെട്ടു. ആ സമയത്തും പുരഞ്ജനൻ തന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരുന്നു. താൻ ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ ആരാണ് അവരെ സംരക്ഷിക്കുന്നത് എന്ന് പുരഞ്ജനൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് പുരഞ്ജനന്റെ ബന്ധുക്കളും പുത്രന്മാരും ഭാര്യയും പൗത്രന്മാരുമെല്ലാം പുരഞ്ജനോട് വിപരീതമായിട്ടാണ് പെരുമാറാൻ തുടങ്ങിയത്. പുരഞ്ജനനെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് പുരഞ്ജനനോട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ സൗഹൃദ ബന്ധം കുറഞ്ഞു വന്നു. അവരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമുണ്ടായി. പുരഞ്ജനോടുള്ള ബഹുമാനമെല്ലാം കുറഞ്ഞു. പുരഞ്ജനൻ പറയുന്ന വാക്കുകൾ അവർ കേൾക്കാതെയായി. ഇതെല്ലാം കണ്ട സമയത്ത് പുരഞ്ജനന് വലിയ ഉത്കണ്ഠയുണ്ടായി. പുരഞ്ജനൻ അവരോട് പ്രതികരിക്കാൻ തുനിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അവയവങ്ങളെല്ലാം ആ സമയം കൊണ്ട് പൂർണ്ണമായിട്ടും ദുർബലമായി തീർന്നിട്ടുണ്ടായിരുന്നു. കാലകന്യകയുടെ ശക്തമായിട്ടുള്ള ആക്രമണത്താൽ അവന്റെ അവയവങ്ങളെല്ലാം തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുരഞ്ജനന് അവരോട് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വന്നു. എന്നിട്ട് പോലും പുരഞ്ജനന് ആ കൊട്ടാരം വിട്ടുപോകാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ കൊട്ടാരത്തിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാനാണ് പുരഞ്ജനൻ ആഗ്രഹിച്ചിരുന്നത്. ഒരു ശരീരം എത്ര തന്നെ ദുർബലമായാലും ആ ശരീരം വിട്ടുപോകാൻ ആ ഒരു ജീവന് ഒരിക്കലും താല്പര്യമുണ്ടാവില്ല. ആ ഒരു അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആ സമയത്ത് പുരഞ്ജനൻ ഇത്രയൊക്കെ ശരീരം നശിച്ചിട്ടും ആ ശരീരത്തിൽ നിന്ന് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാത്തത് കണ്ട സമയത്ത് പ്രജ്വാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭയ രാജാവിന്റെ സഹോദരൻ പ്രജ്വാരൻ ആ കൊട്ടാരത്തിന് തീ വെച്ചു എന്നാണ് ഇവിടെ പറയുന്നത് 11ാമത്തെ ശ്ലോകത്തിൽ. ദദാഹതാം പുരീം കൃഷ്ണം ഭ്രാതു പ്രിയ ചികീർഷ്യ. തന്റെ സഹോദരൻ രാജാവ് ഭയത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രജ്വാരൻ എന്ത് ചെയ്തു? ആ നഗരത്തിന് തീ പിടിപ്പിച്ചു എന്നാണ്, അഗ്നിക്കിരയാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ നഗരം മുഴുവൻ ആ അഗ്നിയിൽ വെന്തുനീറാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അവസാന സമയത്ത് ശരീരത്തിന്റെ ചൂട് വല്ലാതെ വർദ്ധിക്കും. ആ ചൂട് വർദ്ധിക്കുന്ന സമയത്ത് ആ ജീവന് വലിയ താപം അനുഭവപ്പെടും, വലിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടും, ശരീരം മുഴുവൻ ചുട്ടുനീറുന്നതായിട്ട് അനുഭവപ്പെടും. കഠിനമായിട്ടുള്ള വേദനയും ആ സമയത്ത് ജീവൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ജീവൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ജീവന് കഠിനമായിട്ടുള്ള വേദന അനുഭവിക്കേണ്ടി വരും എന്ന് ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട്.
1000 തേളുകൾ ഒരുമിച്ച് കുത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന ആ സമയത്ത് കഠിനമായിട്ടുള്ള വേദന ഉണ്ടാകും എന്ന് പറയും. ഈ പ്രജ്വാരന്റെ സൈനികരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് അവർ ശരീരം മുഴുവൻ അഗ്നിക്കിരയാകും എന്ന് പറയും. ആ അഗ്നിയിൽ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും കത്തിച്ചാമ്പലായി പോയി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, തസ്യാം സന്ദഹ്യമാനായം സപൗരാ സപരിച്ഛദ കൗഡംബിക കുടുംബിന്യ ഉപാതപ്യതസാന്നയ. ആ അഗ്നിയിൽ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും പുരഞ്ജനന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പുത്രന്മാരും പൗത്രന്മാരും പത്നിമാരും എല്ലാവരും അഗ്നിക്കിരയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊട്ടാരം ആ ശരീരമാണ്. കൊട്ടാരത്തിലുള്ള ബന്ധുക്കൾ എന്ന് പറയുന്നത് ശരീരത്തിലെ വ്യത്യസ്ത ഇന്ദ്രിയങ്ങളും അവയവങ്ങളും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളുമാണ്. ത്വക്ക്, പേശികൾ, രക്തം, മാംസം തുടങ്ങിയിട്ടുള്ള ധാതുക്കളെയാണ് പുരഞ്ജനന്റെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും. അതുവരെ ആ അവയവങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം പുരഞ്ജന് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ശരീരത്തിലെ അവയവങ്ങളെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ട് പറയുന്നത്. ആ അവയവങ്ങളെല്ലാം അഗ്നിക്കിരയായി എന്നാണ് പറയുന്നത്. ആ അവയവങ്ങളെല്ലാം ഉയർന്ന താപത്താൽ പ്രവർത്തനരഹിതമായി പിന്നീട് അതിന് ശരിയായിട്ടുള്ള രീതിയിൽ പുരഞ്ജനന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അതാണ് പുരഞ്ജനന്റെ ബന്ധുക്കളെല്ലാം അഗ്നിക്കിരയായി പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഇനി പ്രാണൻ മാത്രമാണ് ബാക്കിയായിട്ടിരിക്കുന്നത്. പ്രാണന് 5 തലയുള്ള സർപ്പമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചണ്ഡവേഗൻ ആക്രമിച്ച സമയത്ത് പ്രാണൻ വളരെ ശക്തമായിട്ട് എതിർത്ത് നിന്നിരുന്നു. പിന്നീട് കാലകന്യകയും പ്രജ്വാരനും അവരുടെ സൈനികനും വന്ന് ആക്രമിച്ച സമയത്ത് ആ സർപ്പത്തിന്റെ ശക്തി ക്രമേണ കുറഞ്ഞു വന്നു. ആ സർപ്പം ഒരു വൃദ്ധസർപ്പമായിട്ട് മാറി. അതിന്റെ ശക്തി വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രജ്വാരൻ ആ കൊട്ടാരം അഗ്നിക്കിരയാക്കിയ സമയത്ത് ആ സർപ്പം, വൃദ്ധസർപ്പം, അതിന് ആ കൊട്ടാരത്തിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ കൊട്ടാരത്തെ ഇതുവരെ സംരക്ഷിച്ചിരുന്ന സർപ്പത്തിന് ആ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യവനോ ഉപരുദ്ധായ തനോ ഗ്രസ്ഥായം കാലകന്യ പുര്യാം പ്രജ്വാര സംസൃഷ്ട പുരപാലോ അന്യതപ്യത. ആ പ്രാണന് വല്ലാതെ അസ്വസ്ഥത ഉണ്ടായി. എങ്ങനെയെങ്കിലും ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടക്കണം. ആ സർപ്പം ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികൾ ആരാഞ്ഞു. എങ്ങനെയാണ് ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്? തനിക്ക് എങ്ങനെയെങ്കിലും ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന സർപ്പം ചിന്തിച്ചു. അപ്പോൾ അവസാന സമയത്ത് ശരീരം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുന്ന സമയത്ത് പ്രാണനും എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ശരീരത്തിൽ 9 ദ്വാരങ്ങളുണ്ട്. 9 ദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ ഏതാണോ ആ പ്രാണന് അനുയോജ്യമായിട്ടുള്ളത് അതിലൂടെ പുറത്തു കിടക്കാനാണ് ശ്രമിക്കുന്നത്. യോഗികൾ യഥാർത്ഥത്തിൽ ഉയർന്ന ദ്വാരങ്ങളിലൂടെ പ്രാണനെ പുറത്തേക്ക് എടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഉയർന്ന ദ്വാരങ്ങളിലൂടെ പുറത്തു പോയാൽ മാത്രമേ ആ ജീവന് ഊർധ്വഗതി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് യോഗികൾ പ്രാണനെ നേരത്തെ തന്നെ ഉയർത്തി വെക്കുന്നത്. ഭക്ത്യായുക്തോ യോഗബലേന ചെയ്വ എന്ന 8ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ യോഗാഭ്യാസം കൊണ്ടോ പ്രാണനെ ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സംഭ്യം, ഭ്രൂമധ്യത്തിലേക്ക് യോഗികൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയും. അവരതിന് നേരത്തെ തന്നെ തയ്യാറെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പുരഞ്ജനൻ അതിനുവേണ്ടി യാതൊരു തയ്യാറും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാണൻ വളരെയധികം അസ്വസ്ഥമായി. ഏതിലെയാണ് പുറത്തേക്ക് പോകേണ്ടത്? നഗരം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ദ്വാരത്തിലൂടെയാണ് പുറത്തു കടക്കേണ്ടത് എന്ന് പ്രാണൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഉയർന്ന തലത്തിലല്ല പ്രാണൻ ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും താഴ്ന്ന ഭാഗങ്ങളിലൂടെയാണ്, താഴ്ന്ന ദ്വാരങ്ങളിലൂടെയാണ്, ഒന്നുകിൽ വിസർജന അവയവത്തിലൂടെ അല്ലെങ്കിൽ ഉൽപാദനേന്ദ്രിയത്തിലൂടെയോ ഒക്കെയാണ് പ്രാണൻ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പ്രാണൻ താഴെ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ ആ പ്രാണന് അധോഗതിയാണ് ഉണ്ടാവുന്നത്. അല്ല, ജഗന്യ ഗുണവൃത്തിസ്ഥ അധോഗച്ഛന്തി താമസ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തമോഗുണത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാണൻ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. അതിന് താഴ്ന്ന ഗതിയാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട്
മനുഷ്യ ശരീരം കിട്ടുന്നില്ല, മൃഗങ്ങളുടെ ശരീരമാണ് കിട്ടുന്നത്. ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യഗുണവൃത്തിസ്ഥോ അതോ ഗച്ഛന്തി താമസ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രാണൻ ഏതിലൂടെയാണ് പുറത്തേക്ക് കടക്കേണ്ടത്, കൊട്ടാരത്തിന്റെ ഏതു ദ്വാരത്തിലൂടെയാണ് പുറത്തേക്ക് കിടക്കേണ്ടത് എന്ന് വളരെയധികം ചിന്തിച്ച് ഉത്കണ്ഠാകുലനായി അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഏതുപോലെയാണ്, അതിനൊരു ഉദാഹരണമാണ് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ മൃഗങ്ങളും പല വഴിയിലും ഓടി രക്ഷപ്പെടും. പക്ഷെ അവിടെ മാളത്തിലിരിക്കുന്ന, വൃക്ഷത്തിന്റെ ഓടിലിരിക്കുന്ന സർപ്പത്തിന് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെ, പുറത്ത് മുഴുവൻ ചുറ്റും തീ കത്തുന്നു, പുക ആളി പടരുന്നു. തീ ആളി പടരുന്ന സമയത്ത് സർപ്പങ്ങൾക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ പ്രാണൻ വലിയ അസ്വസ്ഥത പ്രാണന് വലിയ അസ്വസ്ഥത ആ ശരീരത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. ഇതെല്ലാം ജീവനും അനുഭവിക്കേണ്ടി വരും. പ്രാണൻ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാത്ത സമയത്ത് അതിന്റെ ചിന്തകളൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ബോധം ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ആ പ്രാണന് പുറത്തു കിടക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാണൻ പല വഴിയിലൂടെയും പുറത്തു കിടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വഴികളെല്ലാം അടഞ്ഞു കിടക്കുന്നതായിട്ട് പ്രാണന് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ശിഥില അവയവോയർഹി ഗന്ധർവേർ ഹൃതപൗരുഷ യവനൈരരിഭീരാജൻ ഉപരുദ്ധോ. പ്രജാരന്റെയും കാലകന്യകയുടെയും പ്രവർത്തനം കൊണ്ട് എല്ലാ കവാടങ്ങളും അടഞ്ഞു കിടന്നിരുന്നു, അല്ലെങ്കിൽ ആ കവാടങ്ങളൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രാണന് ഓരോ കവാടത്തിലൂടെയും പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അതെല്ലാം പ്രവർത്തനക്ഷമമല്ലാത്തതായിട്ട്, അതിന്റെ കവാടത്തിന്റെ വാതിൽ തുറക്കാൻ സാധിക്കാത്തതായിട്ട്, ഉപരുദ്ധോ അതെല്ലാം അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണും. അല്ലെ, മുകളിലൂടെ വരാൻ ശ്രമിക്കുന്ന സമയത്ത് ശ്വാസനാളം ഒക്കെ ചുരുങ്ങിപ്പോയതായിട്ട്, മരണസമയത്ത് ശ്വാസനാളം ചുരുങ്ങിപ്പോകും, അന്നനാളം, ശ്വാസനാളം ഇതൊക്കെ ചുരുങ്ങിപ്പോകും. അതേപോലെ ആ നാളങ്ങളെല്ലാം കഫം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് പുറത്തേക്കുള്ള വഴികളെല്ലാം അടഞ്ഞു കിടക്കുന്നതായിട്ട് ഈ പ്രാണൻ, ഈ സർപ്പം കണ്ടു എന്നാണ് പറയുന്നത്. അത് കണ്ട സമയത്ത് തനിക്ക് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല, അകത്താണെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ വല്ലാത്ത അസ്വസ്ഥതയിൽ അത് ഉറക്കെ കരഞ്ഞു എന്നാണ് പറയുന്നത്. പ്രാണൻ രുരോധ, ഉറക്കെ പ്രാണൻ കരയാൻ തുടങ്ങി. വലിയ ശബ്ദത്തിൽ, ഉച്ചത്തിൽ അത് നിലവിളിക്കാൻ തുടങ്ങി. ഒരു വ്യക്തി ഇങ്ങനെ അവസാന സമയത്ത് ഈ പ്രാണന്റെ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് വലിയ ഉച്ചത്തിൽ നിലവിളിക്കുമെന്നാണ്. പക്ഷെ ആ ഉച്ചത്തിലുള്ള നിലവിളി പുറത്തേക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ അവയവങ്ങളൊന്നും പ്രവർത്തിക്കാത്തത് കൊണ്ട് ആ നിലവിളി പുറത്തേക്ക് വരുന്നില്ല, ശബ്ദമൊന്നും പുറത്തേക്ക് വരില്ല. ചെറിയൊരു ഞരക്കം മാത്രമായിട്ട് ആണ് പുറത്തേക്ക് ശബ്ദം വരുന്നുണ്ടാവുക. പക്ഷെ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. വലിയ അസ്വസ്ഥതകൾ അതിനനുഭവപ്പെടുന്നുണ്ട്. ശരീരം മുഴുവൻ കഠിനമായിട്ടുള്ള വേദനകളും ചുട്ടുനീറുന്നത് പോലെയുള്ള അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. പ്രാണന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ല. പുറത്തുനിന്ന് പ്രാണൻ എടുക്കാൻ സാധിക്കുന്നില്ല, അകത്തുനിന്ന് പ്രാണന് പുറത്തേക്ക് പോകാനും സാധിക്കാത്ത വലിയ അസ്വസ്ഥതയുണ്ടാകും. ആ സമയത്ത് ആ വ്യക്തി ഉറക്കെ കരയും. പക്ഷെ ഉറക്കെ കരയുന്നത് പുറത്ത് കേൾക്കാൻ സാധിക്കില്ല. ചെറിയ ഞരക്കങ്ങളായിട്ടും ഓളലുകളും ആയിട്ടും മാത്രമേ ആ ശബ്ദം പുറത്തു വരുന്നുണ്ടാവും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പുരഞ്ജനൻ ഇരിക്കുന്നത്. യെസ്, ഈ സമയത്ത് പുരഞ്ജനന്റെ ബോധം എവിടെയായിരുന്നു? പുരഞ്ജനൻ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആണ് ജീവൻ ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടത്, ഭഗവാനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അതത്ര എളുപ്പമല്ല, അല്ലെ? ഇത്രയും അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന സമയത്ത്, ബോധം തന്നെ ശരിയായി പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ തന്നെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് പരിശീലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ മയ്യർപ്പിത മനോബുദ്ധി മാമേ വേഷസി അസംശയം. നേരത്തെ തന്നെ ഭഗവാനിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവസാന സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും.
അങ്ങനെ അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ അന്ധകാലേജ മാമേവ സ്മരൻ മുക്ത കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയം. അവസാന സമയത്ത് ഇങ്ങനെ പ്രാണൻ കിടന്ന് അസ്വസ്ഥമായി കളിക്കുന്ന സമയത്ത് ആ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുരഞ്ജനൻ ആ നേരത്തെ തന്നെ ഭഗവാനെ കുറിച്ചൊന്നും ചിന്തിച്ച് പരിശീലിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചിരുന്നു. അതുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താണ് ചിന്തിച്ചിരുന്നത്? ആ സമയത്ത് അദ്ദേഹം എന്താണ് ചിന്തിച്ചിരുന്നത്? കാരണം ബോധത്തിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ശരീരം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും ബോധത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ സമയവും ബോധമുണ്ടാകും. ആ വ്യക്തി പല പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സൂക്ഷ്മ ശരീരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഈ ജീവനോട് കൂടി തന്നെ ഉണ്ടാകും. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്ഥൂല ശരീരത്തിനാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ സൂക്ഷ്മ ശരീരം കൊണ്ട് ഈ ജീവാത്മാവ് എന്താണ് ചിന്തിച്ചിരുന്നത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാതാജി ജപിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.